ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കണം. ഞാൻ പതിവില്ലാതെ എന്തോ രാവിലെ അങ്ങ് എണ്ണിച്ചു. എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻതരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ജാസ്മിൻ ഗബ്രി വേർപിരിയൽ ഇഷ്യൂ. ബിഗ് ബോസ് സീസൺ 6-ൽ നിന്ന് കണ്ടുമുട്ടി ഒത്തൊരുമിച്ചു സൗഹൃദം പങ്കിട്ടിരുന്ന ഇവർ തന്നെ ഇപ്പോൾ ബിഗ് അവസാനിച്ചു 2 വർഷം തികയാറായപ്പോഴേക്ക് ആ സൗഹൃദത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. വളരെ ഏറെ വിവാദപരമായി ചർച്ചകൾ നടന്നിരുന്ന ഒരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു ജാസ്മിന്റെയും ഗബ്രിയും സൗഹൃദം. പുറത്ത് ഒരു കാമുകനെ വെച്ച് ബിഗ് ബോസിനുള്ളിൽ വേറെ തരത്തിൽ ബെസ്റ്റിയെ ഉണ്ടാക്കിയെടുത്തു എന്ന തരത്തിൽ വിമർശനങ്ങളും സൈബർ അറ്റാക്കും ജാസ്മിന് നേരിടേണ്ടി വരികയുണ്ടായി. ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായി ജാസ്മിന്റെ കാമുകൻ ആയിരുന്ന അഫ്സലും കൂടെ മുൻ കാമുകൻ മുന്ന എബ്രഹാമും ലൈവും മറ്റും മറുപടികളുമായും രംഗത്ത് വന്നിരുന്നു. ഈ ഒരു പ്രവൃത്തി കൊണ്ടും ജാസ്മിനും തന്റെ കുടുംബത്തിനും വളരെ വലിയ രീതിയിൽ തന്നെ സൈബർ ബുള്ളിയിങ്ങും അറ്റാക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഒരു തരത്തിലും ഗബ്രിയുമായുള്ള തന്റെ സൗഹൃദത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല എന്നതാണ് മറ്റൊരു വലിയ കാര്യം. ഇതൊന്നും തന്നെ ഇരുവരെയും യാതൊരു തരത്തിലും ബാധിച്ചിരുന്നില്ല. അത്രയും വിലപ്പെട്ട ഒന്ന് എന്ന തരത്തിലായിരുന്നു ജാസ്മിൻ ഗബ്രിയെ ട്രീറ്റ് ചെയ്തിരുന്നത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിരവധി യാത്രകളും വ്ലോഗുകളും ഇരുവരും ഒരുമിച്ച് ചെയ്യുകയുണ്ടായി. ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് ഒന്നായി കാണാനും ഇവരുടെ വിവാഹം കാണാനും ആഗ്രഹിക്കുന്ന ആരാധകരും കുറച്ചൊന്നുമല്ല എന്നതാണ് സാരം. എല്ലാ വീഡിയോയുടെ താഴെയും ഇരുവരുടെയും ഒരു കൂട്ടം ആരാധകരുടെ കമന്റുകളും കാണാം. യഥാർത്ഥത്തിൽ എല്ലാവരും കരുതിയിരുന്നതും അവസാനം ഇവരുടെ വിവാഹം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും ജാസ്മിനും ഗബ്രിയും അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഗബ്രി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെക്കുകയും അതുപോലെ തന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എല്ലാം റിമൂവ് ആക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇരുവരുടെ ഇടയിലും എന്താണ് പ്രശ്നം എന്നത് ഇതുവരെയും വ്യക്തമല്ല. പക്ഷേ വേർപിരിഞ്ഞു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്നലെ ജാസ്മിൻ തന്റെ 2026-ലെ പുതിയ ഫ്രഷ് വ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. അതിൽ കുറെ പുതിയ സുഹൃത്തുക്കളും കൂടാതെ റസ്മിൻ ഭായിയും ഉണ്ട്. എന്നാൽ കമന്റ് ബോക്സ് നിറയെ ഗബ്രിയെയാണ് അന്വേഷിക്കുന്നത്. അതിനൊന്നും ജാസ്മിൻ ഒരു മറുപടിയും നൽകിയിട്ടില്ല. അപ്പോൾ കാത്തിരിക്കാം ഇരുവരുടെയും യഥാർത്ഥ തുറന്നു പറച്ചിലിനായി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.